ഗൈസ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റി പോകണം. ഇന്ന് കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ട്. എക്സാം വരില്ലേ, 8-ാം തീയതി എക്സാം വരികയാണ്. നമുക്ക് 10-ാം തീയതി വേറൊരു എക്സാം ഉണ്ട്, ഓസ്കി. അന്നപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതായത് പ്രാക്ടിക്കൽസ് പോലെ ചെറുതായിട്ട് BP എടുക്കുക, CPR, അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. അതൊന്നും എല്ലാവരും കൂടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. സമയം ഇപ്പോൾ 9:45 രാവിലെ. പക്ഷേ നല്ല മഴയാണ്. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത പക്ഷെ നല്ല മഴയായിരുന്നു. യെസ്, ഇനിയിപ്പോൾ കുറച്ച് നേരം എഴുന്നേറ്റിട്ട് ഇനിയിപ്പോൾ കുളിക്കണം, ചായ ഉണ്ടാക്കി കുടിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു, കുളിച്ച് സെറ്റായി. ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആലു പൊറാട്ട അപ്പം ഇത് കഴിക്കണം. എന്നിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ പ്രാക്ടിക്കലിന് പോകാൻ, പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ അത് നേരത്തെ പോകണം വിചാരിച്ചു. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടേ പോവുള്ളൂ. കൂടെ വരുന്നവർ എഴുന്നേറ്റില്ല, ഉറക്കത്തില്ല. എന്നാൽ അവർ വന്നിട്ടേ കഴിക്കുള്ളൂ. അവർ വന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഇതും പൊറാട്ട, ആലു പൊറാട്ടയും കട്ടൻ ചായയും, ഫ്രൂട്ട് ഫ്ലേവേർഡ്. പിന്നെ എന്തെങ്കിലും കണ്ടിട്ട് സിനിമയോ എന്തെങ്കിലും കാണും, എന്നിട്ട് കഴിക്കും, എന്നിട്ട് റെഡിയാവും, പോവും. എന്നിട്ട് ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഞാൻ റെഡിയായി, ഫുൾ സെറ്റായി. ബാഗിൽ വെള്ളവും ലാബ് കോട്ടും ഉണ്ട്. ഇനി യൂണിവേഴ്സിറ്റി പോകണം. ഒരു റെസിപ്റ്റിൻ്റെ ഫീസ് അടച്ച ഫയലിന് റെസിപ്റ്റ് എടുക്കാണ്ട്, അത് എടുത്തിട്ട് നേരെ ഞാൻ പറഞ്ഞ ലാബ് പോകണം. അപ്പം പോവാം. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ എന്തൊരു ഉപകാരം എന്ന് വെച്ചാൽ ഇവിടെ എഴുതി കാണിക്കും. നമുക്ക് പോകേണ്ടത് 476 എന്ന് പറഞ്ഞ ബസ്സാണ്. 5 സ്റ്റോപ്പ്. അങ്ങനെ എല്ലാ ബസ്സിൻ്റെയും ഈ റൂട്ട് പോണ ബസ്സിൻ്റെ സ്റ്റോപ്പുകൾ എഴുതി കാണിക്കും. മാത്രമല്ല അത് ഡിലേ ആവുകയാണെങ്കിൽ ഡിലേന്നും എഴുതി കാണിക്കും. അവിടെ ഒരു വരട്ടിട്ട് ഡിലേ എന്ന് എഴുതി കാണിക്കും. ജോർജിയയിൽ 2 ടൈപ്പ് ബസ്സുകളാണ്. ഒന്ന് പർപ്പിൾ കളറിലെ മഷൂക്കിയും പിന്നെ പച്ച കളറിലെ പബ്ലിക് ബസ്സും. ഇവിടുത്തെ ബസ്സുകൾ നാട്ടിലത്തെ പോലെ പല പല പേരുകൾ, കിങ്ങിണി, ആശീർവാദ് അല്ല അങ്ങനത്തെ പേരുകളോടല്ല അറിയപ്പെടുന്നത്. ഇവിടുത്തെ ബസ്സുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് ഓരോരോ നമ്പർ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മഞ്ഞ കളറിലെ വേറെ ചെറിയ ബസ്സും കൂടെ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ഈ കാണുന്നതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. നല്ല വിശാലമായ ഒരു മുറ്റം എന്നൊക്കെ പറയാം. പിന്നെ ഇതാ അടുത്ത ആഴ്ച ചന്ദ്രനിൽ പോകാനുള്ള സ്പേസ് ഷിപ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റഡി ഓഫീസ്. വളരെ പെട്ടെന്ന് ആക്ഷൻസൊക്കെ എടുത്തിരുന്ന സ്റ്റാഫുകളാണ് ഇവിടുത്തെ. ഇനി നമുക്ക് വന്ന പരിപാടി നടക്കാം. ഫയൽ വാങ്ങുക. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ കാണുന്ന കിടുതാപ്പിൽ കുത്തിയിട്ട് ഒരു ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തത് അകത്ത് കയറണം. നമ്മളെത്തി. എന്നിട്ട് നമ്മൾ ടൈം ആകുമ്പോൾ ആ ടോക്കണിൻ്റെ നമ്പർ വരും, അവിടെ എവിടെയെങ്കിലും എഴുതി കാണിക്കും. എന്നിട്ട് ആ കൗണ്ടറിലോട്ട് അങ്ങ് ചെന്നിരിക്കുക. ഡിം, സാധനം കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. പ്രാക്ടീസ് ചെയ്യാവുന്ന ബിൽഡിംഗ്, അടുത്ത ബിൽഡിംഗ്. യെസ്. കൂടാതെ വേറെ ആളെ കിട്ടിയിട്ടുണ്ട് വഴിയിൽ നിന്ന്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ അകത്താണ്. ബാക്കിയുള്ളവർ അവിടെ നിന്ന് കാണാം. നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫുകൾ ഓട്ടിസ്റ്റിക്കും ആർട്ടിസ്റ്റിക്കും ഉണ്ട്. പിന്നെ വിജനമ്പിച്ചൊരു പെയിൻറ്റിങ്. ഇന്നിവിടെ റേഷൻ കൊടുക്കേണ്ടത് തോന്നുന്നു. ഇതുവരെ ഇല്ലാത്ത തിരക്ക്. പരീക്ഷ ആയിക്കൊണ്ടായിരിക്കും. ഞങ്ങൾ വലിയ പ്ലാനിങ് ഒക്കെ ഇട്ട് വെറുതെ പാളീസായി. ഹലോ ഗൈസ്. ആരാ നമ്മള് ക്ലാസ്സിന് പോയി. അവിടെ ഫുള്ളും ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. ഈ നാളെ നേരത്തെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ബൈ ദ വൈ, എൻ്റെ ഫ്രണ്ട് അമിത് ഫ്രം കണ്ണൂർ. ബോംബെറിയോ? ഇല്ല, ബോംബെന്ന് അറിയില്ലാന്നാണ് പറഞ്ഞത്. കുറച്ച് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ എറിഞ്ഞെന്ന് വരും. ബാക്കി റൂമിലെത്തിയിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മൾ കഴിക്കൂലേ പപ്സും ലൈമും, അതുപോലത്തെ സംഗതിയാണ് ഇത്. നമ്മൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് നല്ല വിശക്കുമ്പോൾ ഒക്കെ കഴിക്കുന്ന സാധനമാണ്. അത് ബണ്ണ് ഞാൻ സ്ഥിരം കഴിക്കണ ചീപ്പ് സാധനം. പിന്നെ അത് ചിക്കൻ പൈ, അത് കുറച്ച് പൈസൻ്റെ മാത്രം. ക്ലാസ്സിൽ ഞാൻ നേരത്തെ പോയിട്ട് ഇപ്പോഴാണ് റൂമിലോട്ട് കയറുന്നത്. 9:45 ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഫുഡ് കഴിക്കാൻ പോയി. ചോറും സാമ്പാറും
ചിക്കൻ ഫ്രൈയും. അത് കഴിഞ്ഞിട്ട് നല്ല റൂമിലോട് കയറുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് റൂമിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്. യെസ്, ഓക്കെ. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ ഹൈലൈറ്റ് ഭക്ഷണമായിരുന്നു. പരിപാടി ഒന്നും നടന്നില്ല ഇന്ന്. ആ ഫയൽ റെസിപ്റ്റ് എടുക്കണ മാത്രമല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. ഫീസിന് റെസിപ്റ്റ് എടുക്കണ മാത്രമല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. പിന്നെ ഫുഡ്, ഇന്നത്തെ ഹൈലൈറ്റ് ഫുഡ് തന്നെ. ഫുഡ് പിന്നെ ഇനിയിപ്പോൾ ഈ കട്ടൻ അത് കുടിച്ചിട്ട്, കട്ടനാട്ടോ, വേറെ ഒന്നും അല്ലാണ്ടോ, ചൂട് ആവി പറഞ്ഞോ കട്ടനാണേ. ഇനി വേറെ ഒന്നും വിചാരിച്ച് വരല്ലേ. നല്ല കട്ടൻ അത് തീർക്കുക. ഇനി ബെഡിൽ വെട്ടിട്ട വാഴത്തണ്ട് പോലെ, വാഴ പോലെ ഡീം. ഇന്നത്തെ നമ്മൾ തളരും. ഇന്നത്തെ സെക്കൻഡ് പാർട്ട് നാളെ വരും. നാളെ ഐ മീൻ അടുത്ത വീഡിയോ അതായിരിക്കും സെക്കൻഡ് പാർട്ട്. ഇന്നത്തെ സെക്കൻഡ് പാർട്ടായിരിക്കും വരിക. പിന്നെ എനർജി കമ്മിയാണ്, എനർജി ഇനി വരണം, എനർജി സെറ്റാക്കാണ്ട്. പിന്നെ അതൊക്കെ തന്നെ. അപ്പം ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഓക്കെ, ബൈ. അല്ല, ഒരു കാര്യം പറയാൻ മറന്നായി, സബ്സ്ക്രൈബ് ചെയ്തില്ല പലരും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കമൻറ്റ് ചെയ്തതിൻ്റെ അനുസരിച്ച് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യണമായിരിക്കും. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്, ബൈ ബൈ.